ടീച്ചർ സ്റ്റാർട്ട് ചെയ്യാലോ? 9 മണിയായി. ഏവർക്കും നമസ്കാരം. ആരാധനായ ടി പി ശ്രീനിവാസൻ IFS അവറുകൾ, PT പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് രാജൻ, സ്കൂളിലെ പ്രധാന അധ്യാപിക രാജലക്ഷ്മി മാം, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭാ ദിനത്തോടനുബന്ധിച്ച് ദേവസ്വം ഹൈസ്കൂൾ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനായിട്ട് ആലോചിച്ചിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളായിട്ട് നമ്മുടെ പരിപാടികൾ കുറച്ച് വൈകിപ്പോയെങ്കിൽ പോലും പ്രകാശത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനമായ ദീപാവലി നാളിൽ തന്നെ നമുക്കിത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളത്. നമുക്കിന്നിവിടെ വിശിഷ്ട അതിഥിയായി ലഭിച്ചിരിക്കുന്നത് TP ശ്രീനിവാസൻ IFS അവരുകളെ കുറിച്ചാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. TP Srinivasan, he was actually the former ambassador and permanent representative of India to the United Nations, Vienna, and Governor of India of the International Atomic Energy Agency, Vienna. And his previous postings were as India's ambassador to Austria and Slovenia, Deputy Chief of Mission, ambassadorial rank in the High Commissioner, and he is in the Embassy of India, Washington, and High Commissioner of India to the United Nations in Nairobi, Ambassador and Deputy Permanent Representative of India to the United Nations, New York, Ambassador to Fiji and 8 other South Pacific island states, and postings at the Indian Mission in Tokyo, Thimphu, Moscow, New York, and Yangon. TP Srinivasan served in the IFS for 37 years and has nearly 20 years of experience in multilateral diplomacy and has represented India at a number of international conferences organized by the United Nations, the Commonwealth, as well the non-aligned movement also. He has chaired several UN committees and conferences and has a member of United Security Advisory Board of Government of India and was the vice chairman as well as the executive head of the Kerala State Higher Education Council with the rank of vice chancellor. He was a visiting fellow on foreign policy at the Brookings Institution, Washington in 2009. And TP Srinivasan sir has a credible academic record, having stood first in the University of Kerala in BA English as well MA English also. He speaks Japanese as well Russian and has authored several books and also hosts a well-known Malayalam television show on international affairs called Videsha Vicharam, aired on Asianet News. I very well know that this is not enough for introducing such a versatile personality before us. ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഒരു നിമിഷം ഒന്നും തൃപ്തികരമാകത്തില്ല ഒരിക്കലും. എന്നാൽ പോലും പറഞ്ഞാൽ ആകില്ലല്ലോ എന്നുള്ള ഒരു ഔപചാരികത കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഞാൻ വളരെയധികം ചുരുക്കിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ഞാൻ ഓൾറെഡി തന്നെ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയധികം വിശിഷ്ടം അല്ലെങ്കിൽ ഇത്രയധികം വൈദഗ്ധ്യമുള്ള ഒരു വിശിഷ്ട വ്യക്തിയെ നമുക്കിന്ന് ഇവിടെ മുഖ്യ അതിഥിയായി ലഭിച്ചിരിക്കുകയാണ്. ഈ വ്യക്തിത്വത്തെ സാദരം നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുവാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി രാജലക്ഷ്മി CS അവരുകളെ. ടീച്ചർ ഓഡിയോ മ്യൂട്ടാണ്. നമസ്കാരം. യോഗ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് രാജൻ, നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ TP ശ്രീനിവാസൻ IFS, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, PTA അംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, UNOയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് കിട്ടിയത് വളരെ ആരാധനായ ശ്രീനിവാസൻ സാറിനെയാണ്. നിങ്ങളെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. UNO അല്ലേ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു കൂട്ടായ്മയാണ്. സർവ്വലോക രാജ്യങ്ങളും കൂടെ ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു സഖ്യമാണ് UNO. സർവ്വരാജ്യ സഖ്യത്തിന്റെ ലക്ഷ്യങ്ങള് രാജ്യങ്ങളുടെ നിരായുധീകരണം, യുദ്ധങ്ങൾ തടയുക, ആഗോള തലത്തില് ജീവിതത്തില് മുന്നേറ്റം ഉണ്ടാകുക, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങള്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം പറയാൻ അർഹനായിട്ടുള്ള വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് ദൃശ്യ ടീച്ചർ പറഞ്ഞത് വളരെ കുറച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെയുള്ള ഒരു മഹൽ വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു.
പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ദൃശ്യ ടീച്ചർ പറഞ്ഞാണ് സാർ ഇവിടെ എത്തിയതെങ്കിൽ എനിക്കൊരു സന്തോഷമുള്ളത് എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. എൻ്റെ അമ്മായിയമ്മ എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയാണ് ചെല്ലമ്മ സാറ്. അപ്പൊ ആ ടീച്ചറിന്റെ മകനാണ്. ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ല എങ്കിലും എനിക്ക് ചെല്ലമ്മ സാറിനെ എൻ്റെ അമ്മ പറഞ്ഞ എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പൊ എൻ്റെ ഒരു നാട്ടുകാരനാണ് ഇത്രയും വലിയ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വം. അപ്പൊ UNOയുടെ മുൻ അംബാസഡർ കൂടിയായിരുന്നു അദ്ദേഹം. ഒക്കെ ദൃശ്യ ടീച്ചർ പറഞ്ഞു. ഇത്രയും ഒരു മഹൽ വ്യക്തിത്വം എൻ്റെ നാട്ടുകാരനായതിൽ ഒരുപാട് ഏറെ സന്തോഷിക്കുന്നു. അപ്പൊ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ എന്ന് ഏറ്റവും ആദരവോടെ നമ്മുടെ യോഗാധ്യക്ഷൻ ശ്രീ PTA പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് രാജനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ഏറ്റവും മഹൽ വ്യക്തിത്വം ആദരണീയനായ ശ്രീ TP ശ്രീനിവാസൻ അവരെ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എൻ്റെ സഹപ്രവർത്തകര്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, PTA അംഗങ്ങള്, രക്ഷകർത്താക്കളെ എല്ലാവരെയും സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് രാജൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ലോകാരാധ്യനും കേരളത്തിന് അഭിമാനവുമായ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ശ്രീനിവാസൻ സാർ, ആദരണീയായ HM രാജലക്ഷ്മി ടീച്ചർ, ഇത്രയും സ്നേഹം നിറഞ്ഞ ദൃശ്യ ടീച്ചർ, സുമേഷ് കൃഷ്ണൻ സാർ, മറ്റ് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട കുട്ടികളെ, PTA പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അധികം അഭിമാനം നൽകുന്ന ഓരോ നിമിഷങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ ചുമതലയേറ്റപ്പോൾ മുതൽ നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാദ്യമേ തന്നെ ഞാൻ ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു നന്ദി അറിയിക്കുവാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ദൃശ്യ ടീച്ചർക്കും അതുപോലെ സുമേഷ് കൃഷ്ണ സാറിനും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട HM-നും. കാരണം ഇത്രയും വിശിഷ്ട വ്യക്തികളെ ഇതിനു മുമ്പും കഴിഞ്ഞ നാളുകളിലായാലും വളരെയധികം വിശിഷ്ട വ്യക്തികൾ, കേരളത്തിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന ആളുകളെ മുന്നിൽ കൊണ്ടുവന്ന് തന്നെ നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികൾക്കായി വിവിധങ്ങളായ ക്ലാസുകൾ നയിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും UN ദിനത്തോടനുബന്ധിച്ചും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ നടക്കാതെ പോയി ചില സാങ്കേതിക കാരണങ്ങൾ. പക്ഷെ നമുക്ക് ഏറ്റവും അർഹതപ്പെട്ടയാൾ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ നാടിന് അഭിമാനമായ ശ്രീനിവാസൻ സാർ. അദ്ദേഹത്തെ പറ്റി ദൃശ്യ ടീച്ചർ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞെങ്കിലും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമ്മുടെ ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ്. അദ്ദേഹത്തെ നേരിൽ കാണുവാൻ ഈ കുട്ടികൾക്ക് ഒരു അവസരം കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്കൂൾ ഒരുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് PTA-യുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നുന്നു. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്ലാസ് IAS കോച്ചിങ്, കിഡ്സ് IAS കോച്ചിങ് ഉൾപ്പെടെ ആരംഭിക്കുവാനും കേരളപ്പിറവി ദിനത്തിൽ ഒരു വ്യത്യസ്തമായ പരിപാടികളിലൂടെ നിബിൻ രാജ് IAS എന്ന ആ മഹനീയ വ്യക്തിത്വത്തെ നമ്മുടെ സ്കൂളിൽ എത്തിക്കുവാൻ സാധിച്ചു. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എനിക്ക് ദൃശ്യ ടീച്ചറോട് ഒരു അഭ്യർത്ഥനയുള്ള ശ്രീനിവാസൻ സാറിനെയും നമുക്ക് ഫിസിക്കലായി നമ്മുടെ സ്കൂളിൽ എത്തിക്കുവാനുള്ളൊരു ശ്രമം നടത്തണം. കാരണം തൃക്കാരൂരിന് തന്നെ അതൊരു വലിയ നേട്ടമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ രാജലക്ഷ്മി ടീച്ചറുടെ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് കൂടി സാർ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഒരു റിക്വസ്റ്റ് നിരാകരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തെ എന്ത് വില കൊടുത്തും പറ്റുന്ന ഒരു അവസരത്തിൽ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്നാൽ അത് നമ്മുടെ നാടിന് തന്നെ വലിയൊരു നേട്ടമായിരിക്കും. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, കാരണം ലോകം കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചൊന്നും ഞാൻ പറയാൻ ആളല്ല. അദ്ദേഹത്തെ പോലെ ഒരു മഹനീയ വ്യക്തി ഇവിടെ ഇരിക്കുമ്പോൾ UN-നെ പറ്റി എന്തായാലും ഞാൻ പറഞ്ഞു പോയാൽ അത് അബദ്ധമാവും. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു അവസരം കൂടി ആയതിനാൽ ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഈ മഹനീയ വ്യക്തിത്വത്തെ ഇന്നിവിടെ ലഭിച്ചതിലുള്ള നന്ദി PTA-യുടെ മൊത്തം പേരിലും നമ്മുടെ തൃക്കാരൂരിന്റെ പേരിലും ഈ പുണ്യം ചെയ്ത ഗ്രാമത്തിന്റെ പേരിലും അദ്ദേഹത്തിനെ അറിയിക്കുകയാണ്. നമുക്ക് ഈ ക്ലാസ് വളരെ മുതൽക്കൂട്ടായിരിക്കും. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു സാർ. നമ്മുടെ വിശിഷ്ട വ്യക്തിത്വം TP ശ്രീനിവാസൻ IFS അവരുകളെ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെയും കൂടെ ഒന്ന് കൂട്ടിച്ച് കൊണ്ടുപോകാനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ നന്ദി ദൃശ്യയെ ഞാൻ കണ്ടത് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എൻ്റെ ടെലിഫോണിൽ ദൃശ്യ UN എന്നാണ് ഞാൻ സേവ് ചെയ്തിരുന്നത്. പക്ഷെ വർഷങ്ങളായി കണ്ടിട്ടുമില്ല. അപ്പൊ പെട്ടെന്ന് ഈ സ്കൂളിലേക്ക് വരാൻ വേണ്ടി എന്നെ
സംസാരിക്കുകയായിരുന്നു. വളരെ നന്ദി. നമ്മുടെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും മാറ്റിവെച്ചിട്ടുമൊക്കെ ദീപാവലി ദിവസം തന്നെ നാം ഒന്നിച്ച് കാണുന്നു. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ബഹുമാനിയായ രാജലക്ഷ്മി ടീച്ചർ, അഡ്വക്കേറ്റ് രാജേഷ് രാജൻ, സുമേഷ് കൃഷ്ണ, മറ്റെല്ലാ സുഹൃത്തുക്കളെയും നല്ലൊരു ദീപാവലിക്കും അതിനുശേഷമുള്ള കാലഘട്ടത്തിനുമുള്ള ആശംസകൾ നൽകുന്നു നമ്മുടെ കുട്ടികൾക്കും. ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റി പറയാൻ ക്ഷണിക്കുമ്പോഴൊക്കെ എനിക്കൊരു ഗൃഹാതുരത്വമാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏകദേശം 20 വർഷം ഈ സംഘടനയ്ക്ക് വേണ്ടി ചെലവാക്കിയതാണ്. ചെലവാക്കിയതല്ല, അത് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ്. 20 വർഷം 1979 മുതൽ 2004 വരെ ഞാൻ ഐക്യരാഷ്ട്ര സംഘടനയോട് ബന്ധപ്പെട്ട ജോലികൾ പല സ്ഥലങ്ങളിലായിട്ടാണ് ചെയ്തത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് 4 ഇന്റർനാഷണൽ സെന്റേഴ്സ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണെങ്കിലും 4 ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഒന്ന് ന്യൂയോർക്കില്, രണ്ടാമത്തെ ജനീവയില്, മൂന്നാമത്തെ വിയന്നയില്, നാലാമത്തെ നൈറോബിയില്. അപ്പൊ ഈ 4 സ്ഥലങ്ങളിലും അംബാസഡർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏക വ്യക്തിയാണ് ഞാൻ ഇന്ത്യയിൽ എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞാലും ഐക്യരാഷ്ട്ര സംഘടനയെ പിന്തുടരുകയും അതിനെപ്പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന എങ്ങനെയാണ് ഉണ്ടായതെന്ന് ശ്രീമതി രാജലക്ഷ്മി നിങ്ങളോട് പറയുകയുണ്ടായി. 1945 ഏറ്റവും ഗുരുതരമായ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ എല്ലാ ലോക നേതാക്കൾക്കും തോന്നി ഇനി ഇതുപോലെ ഒരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടന 51 അംഗങ്ങളോടുകൂടി 1945 സാൻ ഫ്രാൻസിസ്കോയിൽ രൂപം. ആ കാലഘട്ടത്തിൽ ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത് 5 രാജ്യങ്ങൾ. കാരണം 2ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങൾ അമേരിക്ക, റഷ്യ, ചൈന ആൻഡ് UK. അപ്പൊ ഈ 5 രാജ്യങ്ങളുടെ ആധിപത്യം ഇന്നും നാം ഐക്യരാഷ്ട്ര സംഘടനയിൽ കാണുന്നു. കാലഘട്ടം മാറി, നമ്മുടെ പവർ ഇക്വേഷൻസ്, ജിയോ പോളിറ്റിക്സ് ഒക്കെ വളരെയധികം മാറി. ഈ 2 രാജ്യങ്ങളുമല്ല ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെന്ന് നമുക്കറിയാം. പക്ഷെ ഐക്യരാഷ്ട്ര സംഘടന ഇന്നും മാറ്റമില്ലാതെ വരികയാണ്. അവിടെ നടക്കുന്ന ചർച്ചകൾ വ്യത്യസ്തമാണ്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാറിയിരിക്കുന്നു. ലോകത്തിന്റെ ചിന്താഗതി തന്നെ മാറിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ എന്ന മഹാരാജ്യം അസ്തമിച്ചുപോയി. പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഐക്യരാഷ്ട്ര സംഘടന അതിന്റെ അതേ രൂപത്തിൽ ഇപ്പോഴും തുടരുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെയും അതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാരുടെയും ഒക്കെ വാക്കുകൾ കേട്ടാൽ നമ്മൾ ഏറ്റവും അധികം ആവശ്യപ്പെടുന്നത് ഐക്യരാഷ്ട്ര സംഘടനയെ പുതുക്കേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട് എന്നാണ്. പക്ഷേ ഇതിലൊരു കാര്യം നോക്കാനുള്ളത്, ഈ 5 രാജ്യങ്ങളും സമ്മതിക്കാതെ ഒരു മാറ്റവും വരുത്താൻ സാധ്യമല്ലാത്ത സ്ഥിതിയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വാക്കെങ്കിലും ആ ചാർട്ടറിൽ മാറണമെങ്കിൽ ജനറൽ അസംബ്ലിയിലെ എല്ലാവരുടെയും കൂടെ 293 പേരാണുള്ളത്. അതിൽ 2/3 മെജോറിറ്റി, ഏകദേശം 136, 140 രാജ്യങ്ങൾ സമ്മതിക്കണം. പോരെങ്കിൽ ഈ 5 രാജ്യങ്ങളും ഐകകണ്ഠേന അംഗീകരിക്കുകയും വേണം. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഗൾഫ് യുദ്ധത്തെ പറ്റി അറിയാമല്ലോ. 1990-കളിൽ കുവൈറ്റിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന ഒരു യുദ്ധം തന്നെ ചെയ്യുകയുണ്ടായി. ആ സമയത്താണ് ആദ്യമായെന്ന് പറയാം ഈ 5 രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചത്. പക്ഷെ അത് അധികം നീണ്ടു നിന്നില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും പുതിയ പ്രശ്നങ്ങളായി, പുതിയ തരത്തിലുള്ള ആശയങ്ങളായി. അപ്പോൾ അങ്ങനെ ഒരിക്കലും മാറാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലുള്ളത് കൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ട പോലെ
ലോകത്തിനെ സേവിക്കാൻ കഴിയാത്തത്. കാരണം ഈ 5 രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടങ്ങൾ വളരെ കുറവാണ്. അപ്പോ നമുക്കൊരു ബൈപോളാർ വേൾഡ് ആയിരുന്നല്ലോ. ലോകം 2ആയിട്ട് വിഭജിച്ചിരിക്കുകയായിരുന്നു 1990-കളിൽ വരെ. ഒരു വശത്ത് അമേരിക്കൻ സഖ്യവും മറ്റൊരു വശത്ത് സോവിയറ്റ് സഖ്യവും. അപ്പൊ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇതിൽ മാറ്റമുണ്ടാകും, ഒരു യൂണിപോളാർ വേൾഡിലേക്ക്, ഒരു ഒറ്റ അച്ചുതണ്ടിൽ ലോകം മുഴുവൻ കറങ്ങാൻ തുടങ്ങി. അതാണ് അമേരിക്ക. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, പുതിയ രാജ്യങ്ങൾ ഉയർന്നു വന്നിരിക്കും. അപ്പോൾ ഇനിയൊരു നമ്മൾ സ്വപ്നം കാണുന്നത്, ഇന്ത്യ വിശേഷിച്ചും, ഒരു മൾട്ടി പോളാർ വേൾഡിലാണ്. ബൈപോളാർ വേൾഡിൽ നിന്ന് യൂണിപോളാർ വേൾഡിലാണ് നമ്മളിപ്പോൾ. പക്ഷെ ഒരു മൾട്ടി പോളാർ വേൾഡിലേക്ക് ലോകം നീങ്ങും എന്നുള്ളതിന് സംശയമില്ല. കാരണം അമേരിക്കയെ പോലെ തന്നെ, അല്ലെങ്കിൽ ഈ മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ ശക്തി നേടിക്കൊണ്ടിരിക്കുന്ന ധാരാളം രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ചൈനയാണ് അതിൽ ഏറ്റവും പ്രധാനം. അതുകൂടാതെ യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ഇന്ത്യ, ഈ രാജ്യങ്ങൾക്കൊക്കെ ശക്തി വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മൾട്ടി പോളാർ വേൾഡിൽ ഏകദേശം ഒരു 6 രാജ്യങ്ങളുടെ ആധിപത്യം ലോകത്തുണ്ടാകും എന്നാണ് പ്രതീക്ഷ. അതിലൊന്ന് ഇന്ത്യ ആയിരിക്കണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ അതിന് നമ്മൾ ഒട്ടും അടുത്തെത്തിയിട്ടില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇപ്പോഴും അമേരിക്ക തുടരുകയാണ്. അവരുടെ പിൻപിൽ തന്നെ ചൈനയുണ്ട്. അമേരിക്കയെ മുമ്പിലെത്താനുള്ള ശ്രമത്തിലാണ് അവർ. അതുപോലെ തന്നെ റഷ്യയും, വീണ്ടും സോവിയറ്റ് യൂണിയൻ ഇല്ലെങ്കിലും റഷ്യയും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മൾട്ടി പോളാർ വേൾഡിലേക്ക് നീങ്ങാനുള്ള ഈ ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല. അപ്പൊ നമ്മളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചരിത്രത്തേക്ക് നോക്കിയാൽ ഇത് കാണാൻ കഴിയും. അതിന്റെ ആദ്യമായി ഉണ്ടായ ആശയങ്ങളും പരിശ്രമങ്ങളും വിജയിക്കാത്തതിന്റെ കാരണം ഈ UN ചാർട്ടറിൽ മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് നാളെ നമ്മളൊരു സ്ഥിരാംഗമാവും എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. പലരും എന്നോട് ചോദിക്കുന്നത് എന്താണ് നമ്മൾ സ്ഥിരാംഗം ആവുമെന്നാണ്, അല്ലാതെ ആകുമോ എന്നല്ല. എനിക്കുള്ള മറുപടി ആകാൻ യാതൊരു സാധ്യതയില്ല. കാരണം 143 രാജ്യങ്ങളും 5 സ്ഥിരാംഗങ്ങളും അംഗീകരിക്കുന്ന ഒരു പരിഷ്കാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പരിഷ്കാരങ്ങൾ 193 തരം പരിഷ്കാരങ്ങൾ എല്ലാവരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒരു അംഗീകാരം ലഭിക്കുന്ന പരിഷ്കാരം ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മൾ എപ്പോഴും ഓർക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉദ്ദേശം യുദ്ധം ഉണ്ടാകാതിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ പ്രിയാമ്പിളിൽ പറയുന്നത്, to rid the world of the scourge of war, to rid the succeeding generations from the scourge of war എന്നുള്ളതാണ്. നമ്മുടെ ഭാവിയിലുള്ള തലമുറകളെ യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനവുമായ ഉദ്ദേശം. പക്ഷേ 1945 ശേഷം, ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായതിനു ശേഷം 800 യുദ്ധങ്ങളാണ് ലോകത്ത് നടന്നിട്ടുള്ളത്. അപ്പോ ആ ഉദ്ദേശം സാധിച്ചില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ അതിനെപ്പറ്റി വാദിക്കുന്നവർ പറയുന്നത് മറ്റൊരു 3-ാം മഹായുദ്ധം ഉണ്ടായില്ലല്ലോ. യുദ്ധങ്ങൾ ഉണ്ടായി, പക്ഷെ 2-ാം മഹായുദ്ധത്തിന് ശേഷം, ഐക്യരാഷ്ട്ര സംഘടന വന്നതിന് ശേഷം ഒരു ലോക മഹായുദ്ധം ഉണ്ടായില്ല എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രത്യേകതയായി കാണിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണോ അതോ മറ്റു കാരണങ്ങൾ കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അതിനുള്ള ക്രെഡിറ്റ് നൽകാവുന്ന 3-ാം ലോകമഹായുദ്ധം ഉണ്ടായില്ല എന്നത്. പക്ഷെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മറ്റ് ധാരാളം ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. അത് നമ്മൾ ഓർക്കണം. 70-ാമത്തെ ആനിവേഴ്സറിയിൽ അന്നത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ബാൻ കി മൂൺ എന്ന് പറയുന്ന കൊറിയൻ നേതാവിനോട് എന്താണ് ഈ 70 വർഷം കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന നേടിയെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഉദ്ദേശിച്ച ഉത്തരം
മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായില്ല എന്നായി. പക്ഷെ ബാൻ കി മൂൺ അതല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ലുക്ക്, യുണൈറ്റഡ് നേഷൻസ് ഹാസ് ഇമ്മ്യൂണൈസ്ഡ് all the children of the world against communicable diseases. അതാണ് അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട്. ലോകത്തിലെ കുഞ്ഞുങ്ങളെ മുഴുവനും കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തിയ കോടിക്കണക്കിന് കുട്ടികളാണ് ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയെ സ്വാധീകരിക്കുന്ന ഒരു സംഘം അല്ലെങ്കിൽ ഒരു ലോകം എന്നദ്ദേഹം പറഞ്ഞു. അതിന് വലിയ കാര്യമുണ്ട്. കാരണം യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ ആയിരക്കണക്കിന് കൂടുതൽ, കോടിക്കണക്കിന് കൂടുതൽ മരിക്കുമായിരുന്നു ഈ യൂണിസെഫ് എന്ന് പറയുന്ന സംഘടന ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നടത്തിയില്ലായിരുന്നെങ്കിൽ. പക്ഷെ അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ദുർഭാഗ്യമാണ് ഉണ്ടായിരുന്നത്. എല്ലാം അറിയാം. കാരണം മറ്റ് മഹാമാരികൾ ഉണ്ടായപ്പോൾ ഈ എയ്ഡ്സ് ആയാലും എബോള ആയാലും സാഴ്സ് ആയാലും ഒക്കെയുള്ള മഹാമാരികൾ ഇതിനിടയിൽ ലോകത്തുണ്ടായി. ആ സമയത്തെല്ലാം ഐക്യരാഷ്ട്ര സംഘടന ഒന്നിച്ചു നിന്ന് ലോക സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് മഹത്തായ ഒരു കാര്യം. പക്ഷെ അവിടെയാണ് ഐക്യരാഷ്ട്ര സംഘടന ഇത്തവണ പരാജയപ്പെട്ടത്. കാരണം 2019 അവസാനത്തോടു കൂടിയാണ് ഈ മഹാമാരി ചൈനയിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് ചൈന മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ തന്നെ അത് പുറത്തു വരികയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ അത് ലോകത്തോട് പറഞ്ഞില്ല ചൈന. അത് രഹസ്യമായി വെച്ചിരുന്നു 2020 മാർച്ച് വരെ എന്നുള്ളത് തീർച്ചയായും ചൈനയുടെ ഒരു വലിയ തെറ്റ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചൈനയ്ക്കുണ്ടായ ആ ഒരു ഗിൽറ്റ് കോൺഷ്യൻസ്, നഷ്ടബോധം, അല്ലെങ്കിൽ എന്താണ് പറയുക, ഉത്തരവാദിത്വ ബോധം അവരെ അലട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് മാർച്ചിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി ഈ കാര്യം ചർച്ച ചെയ്യണം എന്ന് ലോകം മുഴുവൻ ആവശ്യപ്പെട്ടപ്പോൾ ചൈന ഒറ്റയ്ക്ക് അവരുടെ വീറ്റോ ഉപയോഗിച്ച് അത് നടത്താൻ സമ്മതിച്ചില്ല എന്നതാണ്. അതോടുകൂടിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ക്രെഡിബിലിറ്റി, അവരുടെ എന്താണ് ജസ്റ്റിഫിക്കേഷൻ, അങ്ങനെ ഒരു ആ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് ഈ ലോക മനുഷ്യരാശിയെ തന്നെ നശിപ്പിച്ചേക്കാവുന്ന ഒരു മഹാമാരി വന്നിട്ട് ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിക്ക് ഒരു യോഗം പോലും കൂടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിക്കും മനുഷ്യരാശിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രാധാന്യം ഇല്ലാതായിരിക്കുന്നത്. കാരണം ഈ ഒരു അവസരത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എന്താണ് മാന്യത ലഭിക്കുക? അപ്പൊ അങ്ങനെ ഒരു മാറ്റം ലോകത്തുണ്ടാകുന്ന ധാരാളം മാറ്റങ്ങളിൽ ഒന്ന് ഇതാണ്. മൾട്ടിലാറ്ററലിസം എന്ന് നമ്മൾ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രവർത്തനങ്ങൾ 193 രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ലോകത്തിന് ഗുണങ്ങളുണ്ടാകുന്നത്. അത് പരാജയപ്പെട്ടിരിക്കും. നമുക്കറിയാം, ഈ മഹാമാരി ഉണ്ടായപ്പോൾ നമ്മൾ കേട്ടതെല്ലാം ഓരോ രാജ്യങ്ങളും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നെട്ടോട്ടം ഓടുന്നതാണ്. ആദ്യം തുടങ്ങിയത് ഇറ്റലിയിലും ഫ്രാൻസിലും അതുപോലെ അമേരിക്കയിലും. അവിടെയൊന്നും നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പേരോ മറ്റു രാജ്യങ്ങളുമായുള്ള സഹകരണമോ നമ്മൾ കേട്ടുപോലുമില്ല. എല്ലാവരും പരക്കം പായുകയായിരുന്നു. എല്ലാവരും അവരുടെ ജനങ്ങളെ രക്ഷിക്കാൻ നോക്കുകയായിരുന്നു. എല്ലാവരും വാക്സിൻ സൃഷ്ടിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷെ ഐക്യരാഷ്ട്ര സംഘടന ഇതിനെ മുഴുവൻ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ നഷ്ടം ലോകത്തിന് ഉണ്ടാവുകയില്ലായിരുന്നു എന്നതാണ് സത്യം.
അപ്പൊ അതുകൊണ്ട് നമ്മൾ 75-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഐക്യരാഷ്ട്ര സംഘടന തീർച്ചയായും ഒരു ഗുരുതരാവസ്ഥയിലാണ് നമ്മൾ ഓർക്കണം. അപ്പൊ അതിനെന്താണ് ഒരു പരിഹാരം? നമ്മുടെ പ്രധാനമന്ത്രി എടുത്തെടുത്ത് പറയാറുണ്ട്, ഐക്യരാഷ്ട്ര സംഘടന പ്രതിഫലിപ്പിക്കേണ്ടത് ഇന്നത്തെ ലോക സ്ഥിതിവിശേഷത്തെയാണ്, 1945-ലെ സ്ഥിതിവിശേഷത്തെ പറ്റി അല്ല. കാരണം ഇന്ന് ശത്രു രാജ്യങ്ങൾ എന്ന ഐക്യരാഷ്ട്ര സംഘടന വിളിച്ച ജർമ്മനിയും ജപ്പാനും അതുപോലെ ചില ശക്തമായ രാജ്യങ്ങൾ യൂറോപ്പിലുള്ളവരുമൊക്കെ, ഇറ്റലി, ഇവരൊക്കെയാണ് ഇന്ന് ലോകത്തിൽ പ്രാധാന്യമുള്ളത്. ഐക്യരാഷ്ട്ര സംഘടനയിലെ ചാർട്ടറിൽ നിങ്ങൾക്ക് അതിശയം തോന്നുന്നു, ഈ രാജ്യങ്ങളെ പറ്റി ഇപ്പോഴും വിശേഷിപ്പിച്ചിരിക്കുന്നത് ശത്രു രാജ്യങ്ങൾ എന്നാണ്. എനിമി കൺട്രീസ് എന്ന് പറഞ്ഞാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഏതെങ്കിലും രാജ്യം നാളെ ജപ്പാനെതിരായിട്ടോ ജർമ്മനിക്കെതിരായിട്ടോ ഇറ്റലിക്കെതിരായിട്ടോ യുദ്ധം തുടങ്ങിയ ഐക്യരാഷ്ട്ര സംഘടനയുടെ സംരക്ഷ ആ രാജ്യങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. 75 വർഷത്തിന് ശേഷം അത് മാറ്റാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം അത് മാറ്റാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് പരാജയപ്പെടുമോ എന്നുള്ള ഭയം. 146 വോട്ടും 5 യുനാനിമസ് വോട്ട്സും കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ഭയന്നിട്ട് അത് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്, മറന്നിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റി പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പോലും എന്താണ് ഈ എനിമി ക്ലോസ് എന്ന് അവർക്കും അറിയില്ല. കാരണം അതിന് പ്രാധാന്യമില്ലാതെ മാറ്റി വെച്ചിരിക്കുക. വേറൊരു വലിയ തമാശ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ചാർട്ടർ എടുത്ത് നോക്കിയാൽ അതിൽ പെർമനന്റ് മെമ്പേഴ്സിന്റെ പേരുകൾ നോക്കിയാൽ നമുക്ക് അതിശയം തോന്നും. അതിലൊന്ന് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് എന്നാണ്. ഇവിടെ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്, റഷ്യ ആ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞു, ആരുടെയും എതിരില്ലായി. പക്ഷേ ചാർട്ടറിൽ നിന്ന് ആ പേര് മാറ്റാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് ഭയന്നിട്ട് ഒരു അർദ്ധരാത്രിക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി കൂടുകയും സോവിയറ്റ് യൂണിയന്റെ പേര് മാറ്റിയിട്ട് റഷ്യയുടെ പേര് ഉൾപ്പെടുത്തുകയും ചാർട്ടറിൽ യാതൊരു മാറ്റം വരുത്താതിരിക്കുകയും ചെയ്തെന്ന് കേട്ടാൽ നിങ്ങൾക്ക് അതിശയം തോന്നുകയില്ലേ? ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു കോടതിയിൽ പോകാം, ഈ റഷ്യ അവിടെ ഇരിക്കുന്നത് ഇല്ലീഗലാണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മഹത്വം. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക, നമുക്ക് അംഗീകരിക്കാവുന്നത് മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുന്ന കാര്യത്തിലാകാതെ ഒരു റിക്കൺസിലിയേഷന്റെ അപ്രോച്ച് ഉള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഒരു രാജ്യമായിട്ട് ഇടപഴകാൻ തന്നെ എത്ര പ്രശ്നങ്ങളാണ്. ഇന്ത്യയും അമേരിക്കയുമായുള്ള പ്രശ്നങ്ങളോ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളോ എത്രയോ വലുതാണ്. ആ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ 193 രാജ്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നേട്ടം. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് മാറ്റിവെച്ചിട്ട് ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ഒന്നിച്ച് സഹകരിക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു വലിയ നേട്ടം ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു കാരണം മോക്ക് യുവൻ എന്നാണ് പറഞ്ഞത്. എനിക്ക് ആ മോക്ക് എന്നുള്ള അർത്ഥം ഇഷ്ടമല്ല, കാരണം അത് കളിയാക്കുന്നു എന്നുള്ള മട്ടില്ല. പക്ഷെ മോക്ക് എന്ന് പറയുന്ന വാക്കിനർത്ഥമില്ല. ഇപ്പൊ മോക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത് കളിയാക്കലല്ല. മോക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ മോക്ക് എന്നുള്ളതിന് കളിയാക്കുക എന്നുള്ള അർത്ഥം കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും മോക്ക് യുവൻ എന്ന് പറയാം. ഞാൻ പറയുന്ന UN റെപ്ലിക്ക. കാരണം നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയെ പറ്റി പഠിക്കണമെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ഓഥന്റിക് ആയിട്ട് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ എപ്പോഴും കാണുന്നത് പല കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ നടക്കുന്ന സോ കോൾഡ് മോഡൽ UN എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റോർഷൻ, അതിനെ മുഴുവനായിട്ട് നമ്മളെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുഴുവനായിട്ട് മാറ്റിമറിക്കുന്ന തരത്തിലുള്ള. അതുകൊണ്ടാണ് UN റെപ്ലിക്ക എന്ന പേരിൽ, അതാണ് ഞാൻ ഋഷിയോടൊപ്പം ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. നടന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളിലായിരിക്കും അത് നടക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ആ
കാര്യത്തിൽ ഞാൻ അവരോടെല്ലാം പറഞ്ഞത്, ഐക്യരാഷ്ട്ര സംഘടന എന്ത് നേടി എന്നുള്ളത് ഇരിക്കട്ടെ, പക്ഷെ ഐക്യരാഷ്ട്ര സംഘടന ഇന്ന് ഒരു സർവകലാശാലയാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ്. കുട്ടികൾക്ക് പഠനം നടത്തണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഡിബേറ്റിംഗ് സ്കിൽസ് വേണം. അത് ഡെവലപ്പ് ചെയ്യാൻ മറ്റൊരു വെന്യൂ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഡിബേറ്റിംഗ് സ്കിൽസ് കുട്ടികളെ പഠിപ്പിക്കുക. പക്ഷെ അത് മാത്രമല്ല, പലപ്പോഴും ഡിബേറ്റിംഗ് സ്കിൽസ് മാത്രമാണ് എന്റെ ഉദ്ദേശം എന്ന് പലരും. പക്ഷെ അല്ല, ഡിബേറ്റിംഗ് സ്കിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ റിസർച്ചിനെ എൻകറേജ് ചെയ്യും. നാളെ നിങ്ങൾക്ക് ഓരോരുത്തരും തരുന്ന ഓരോ രാജ്യവും എന്താണെന്ന് വളരെ ആഴത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. നമ്മളെല്ലാം മറ്റു രാജ്യങ്ങളുടെ രൂപം സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അവരുടെ റോൾസ് ഏറ്റെടുക്കുക. അപ്പൊ റോൾ ഏറ്റെടുക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഭാഷ, രാജ്യത്തിന്റെ കസ്റ്റംസ് ആൻഡ് മാനേഴ്സ്, അവരുടെ ജീവിതം, അവരുടെ രാഷ്ട്രീയം, ഇതെല്ലാം ഉൾക്കൊണ്ടാൽ മാത്രമേ നിങ്ങൾക്കൊരു ഐഡിയൽ ഡെലിഗേറ്റ് ആയി മാറാൻ കഴിയും. അപ്പൊ ഒന്നാമത്തേത് ഡിബേറ്റിംഗ് സ്കിൽസ്, രണ്ടാമത്തേത് റിസർച്ച്, വളരെ പ്രധാനപ്പെട്ട. ഞാനൊരു കുട്ടിയോട് പറയാം, നിങ്ങൾ നാളെ മുതൽ ചൈനീസ് ഡെലിഗേറ്റ് ആണ്. മറന്നേക്കും, നിങ്ങൾ ഇന്ത്യക്കാരിയാണെന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് മറന്നിട്ട് ചൈനയുമായി ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഷൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ രണ്ടാമത്തെ. മൂന്നാമത്തേത് റിക്കൺസിലിയേഷൻ. നെഗോസിയേഷൻ എന്നുള്ളതാണ് പ്രോസസ്, ചർച്ചകൾ. പക്ഷെ നെഗോസിയേഷൻസ് പഠിക്കുമ്പോൾ ഓർക്കേണ്ടത് റിക്കൺസിലിയേഷൻ. എങ്ങനെയാണ് ഈ 193 രാജ്യങ്ങളുടെ പലതരത്തിലുള്ള ആശയങ്ങളും സ്വപ്നങ്ങളും എല്ലാം കൂടി അനുനയിപ്പിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് അതിശയമായി നോക്കലാണ്. പക്ഷെ ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉണ്ടാകുന്ന റെസൊല്യൂഷൻസ് അതിൽ 80% ഐകകണ്ഠ്യേനയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ എത്രമാത്രം ലോകത്തെ ഒന്നിച്ചു കൊണ്ടുവരാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? നെഗോസിയേഷൻസ് നമുക്ക് പഠിക്കാം. നമ്മൾ എപ്പോഴും നെഗോസിയേഷൻസ് ആണ്. നമ്മുടെ അച്ഛനമ്മയോട് കൂടി നമ്മൾ നെഗോസിയേഷനാണ്. രാവിലെ വരുമ്പോ എത്ര പോക്കറ്റ് മണി വേണമെന്ന് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യണം അമ്മയോട് അച്ഛനോട്, അല്ലേ? അപ്പോ നെഗോസിയേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടണം, അങ്ങോട്ട് ഒരു ചെറിയ കൺസെഷൻ കൊടുക്കണം, അല്ലെ? അപ്പൊ അച്ഛൻ ഒരു 100 രൂപ നോട്ട് നിങ്ങൾക്ക് തരാണ്, നിന്റെ പോക്കറ്റ് മണിയാണെന്ന് പറയുമ്പോൾ തിരിച്ചൊരു ഉമ്മ കൊടുക്കാൻ പോലും നിങ്ങൾക്ക് സമയമുണ്ടായി, അല്ലെ? അദ്ദേഹം അതായിരിക്കും പ്രതീക്ഷിക്കുന്നത്, മറ്റൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നെഗോഷിയേഷനിൽ എന്ത് പറ്റുന്നു? നമ്മൾ നമ്മുടെ കാര്യം നേടിക്കഴിഞ്ഞാൽ അതിന് റെസിപ്രോക്കൽ ആയിട്ട് കൊടുക്കാൻ നമുക്ക് എന്ത് കഴിയും? അപ്പൊ നിങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രതിനിധിയായാൽ, ഇന്ത്യയുടെ പ്രതിനിധിയായാൽ നമ്മൾ നോക്കുന്നത് എന്തൊക്കെ നമുക്ക് ലോകത്തിന് നൽകാൻ കഴിയും എന്നുള്ളതാണ്. ലോകത്തിൽ നിന്ന് നേടാൻ കഴിയും എന്നുള്ള അഭിപ്രായത്തോടു കൂടി നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിച്ചാൽ നമുക്ക് നിരാശ ധാരാളം ഉണ്ടാകും. അങ്ങനെ ഒരു നിരാശ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ഒരൊറ്റ സമയത്ത് മാത്രമേ ഐക്യരാഷ്ട്ര സംഘടനയിൽ എന്തെങ്കിലും നേടാനായി ചെന്നിട്ടുള്ളൂ. ബാക്കി സമയങ്ങളെല്ലാം നമ്മുടെ ആശയങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ചിന്തകളും ലോകത്തിന് നൽകാനുള്ള ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു സമയത്ത് നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായം തേടി എത്തി. അത് ഇതുവരെ സഹായത്തിൽ എത്തിയില്ല. ഞാൻ പറയുന്നത് കാശ്മീർ പ്രശ്നത്തെ പറ്റി. കാശ്മീരിൽ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആ യുദ്ധം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ടായി. ഇന്ത്യ സ്വതന്ത്രതായതേ ഉള്ളൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് പ്രധാനമന്ത്രി, സമാധാനത്തിന്റെ സന്ദേശവാഹകനായ ഒരു പ്രധാനമന്ത്രി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദം ഒരു യുദ്ധത്തോടുകൂടി തുടങ്ങണം എന്നുള്ളത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തായിരുന്നു. നമ്മുടെ സൈന്യത്തിന് പാകിസ്ഥാൻ സൈന്യത്തെക്കാൾ എത്രയോ വലിയ ശക്തിയാണ്. അപ്പൊ എല്ലാ
സൈനികരും അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് 14 മണിക്കൂർ തന്നാൽ മതി, 24 പോലും വേണ്ട, ഞങ്ങൾ ഇവരെ കാശ്മീരിൽ നിന്ന് പുറത്താക്കാം. അപ്പോഴത്തേക്കും ഒരു 1/3 കാശ്മീരിന്റെ 1/3 അവർ കൈയടക്കി കഴിഞ്ഞിരുന്നു. കാരണം ആ സമയത്ത് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നല്ലോ. അപ്പൊ നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം കാശ്മീർ നമ്മുടെ ഭാഗമല്ല. പക്ഷെ 1/3 രാജ്യം കാശ്മീർ പിടിച്ചടക്കി കഴിഞ്ഞതിന് ശേഷമാണ് കാശ്മീർ മഹാരാജാവ് ഇന്ത്യയിൽ ചേർന്നത്. ആ നിമിഷം മുതൽ നമ്മുടെ ഉത്തരവാദിത്വമായി തീർച്ചയായിട്ടും ഒരു ദിവസത്തിനകം നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞു അതല്ല. 2 വർഷമേ ആയിട്ടുള്ളൂ ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായിട്ട്. ആ ഐക്യരാഷ്ട്ര സംഘടനയെ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ആരാണത് ഉപയോഗിക്കുക? അതാണ് ഇന്ന് നെഹ്റുസ് ഫോളി എന്നാണ് എല്ലാവരും അറിയുന്നത്. അദ്ദേഹത്തിന്റെ വിഡിത്തം എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്താഗതി നമ്മൾ ചിന്തിക്കണം. സമാധാന സന്ദേശകനായ ജവഹർലാൽ നെഹ്റു ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായതിനു ശേഷം യുദ്ധം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാനാവുന്നതായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ പോയത്. പക്ഷെ നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, ഐക്യരാഷ്ട്ര സംഘടന ഒരു ജനാധിപത്യ സംഘടനയല്ല, അത് ഒരു കോർട്ടല്ല, ഒരു കോടതിയല്ല, അതൊരു രാഷ്ട്രീയ ബോഡിയാണ്, ഒരു പൊളിറ്റിക്കൽ ബോഡിയാണ്. അപ്പൊ ഇതുപോലെ ഒരു കാര്യം ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് ചെന്നാൽ എല്ലാ രാജ്യങ്ങളും അതിനെ നോക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് നേടിയെടുക്കാം എന്നായിരിക്കും, ഇത് പരിഹരിക്കണം എന്നുള്ളതായിരിക്കും. അങ്ങനെയാണ് 75 വർഷം കഴിഞ്ഞിട്ടും ഇന്നും കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കുന്നത്. അപ്പൊ അതൊരു നല്ലൊരു എക്സാമ്പിളാണ്. നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് നമ്മൾ നേട്ടങ്ങൾ നേടിയെടുക്കാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ലോക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമുക്ക് എന്ത് അങ്ങോട്ട് നൽകാൻ കഴിയും എന്ന നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യക്ക് ലോകത്തിന്റെ അംഗീകാരം ലഭിക്കും. അത് ലഭിച്ചിട്ടുമുണ്ട്. ഇപ്പൊ തന്നെ 2 വലിയ ഉച്ചകോടി സമ്മേളനങ്ങൾ, G20യും അതിനുശേഷം ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള COP26 ഒക്കെ നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ടായി. ഇവിടെ 2ഇടത്തും നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ കേട്ടാൽ നമുക്കറിയാവുന്നത്, അദ്ദേഹം പറയുന്നതെല്ലാം ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾ എന്നോട് 2030 ആകുമ്പോഴേക്കും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ലാതിരിക്കണം എന്ന് എന്നോട് പറഞ്ഞാൽ അത് സാധ്യമല്ല. ഇന്ത്യക്ക് ആവശ്യങ്ങളുണ്ട്, ഇന്ത്യക്ക് വികസിക്കേണ്ടതുണ്ട്. വികസിക്കണമെങ്കിൽ കൽക്കരി ഉപയോഗിക്കണം, പെട്രോൾ ഉപയോഗിക്കണം, ഡീസൽ ഉപയോഗിക്കണം. അല്ലാതെ അതെല്ലാം നിർത്തിവെച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരതമായ വികസനത്തിന് ഇന്ത്യ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം അവരുടെ മുമ്പിൽ വെച്ചത്. അപ്പൊ ഈ 2 സമ്മേളനത്തിലും ഇന്ത്യക്ക് കിട്ടിയ പ്രാധാന്യം ഇത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രമം ലോകത്തിന് ഇന്ത്യക്ക് നൽകാവുന്ന സംഭാവന. പണ്ടൊക്കെ ആണെങ്കിൽ ഇന്ത്യയെ പറ്റി പറയുന്നത് എന്താണ്, പാമ്പാട്ടികളുടെ രാജ്യമാണ്, അല്ലെങ്കിൽ കൈനോട്ടക്കാരുടെ രാജ്യമാണ് എന്നൊക്കെ ആയിരുന്നു, അല്ലെ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് പോയിട്ട് ലണ്ടനിലെ എയർപോർട്ടിൽ ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു ബ്രീഫ് കേസ് ഉണ്ട്. അദ്ദേഹം അതിലിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു സംശയത്തോടു കൂടി. ഇതിലെന്താണ് ഈ ബ്രീഫ് കേസിൽ ഇന്ത്യക്കാരൻ കൊണ്ടു നടക്കുന്നത്? അതിനകത്തൊരു പാമ്പായിരിക്കും എന്നാണ് അദ്ദേഹം വിശ്വസിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്, നിങ്ങൾ എവിടുന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം കൈ നീട്ടി. അപ്പൊ എന്റെ കൈ ഒന്ന് വായിക്കുക, ഹസ്തരേഖാശാസ്ത്രം ഒന്ന് വായിച്ചു പറയും എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ കേപ്പബിലിറ്റി ഹസ്തരേഖാശാസ്ത്രവും പാമ്പാട്ടവും ആണെന്നാണ് അന്നത്തെ ലോകം വിചാരിക്കുന്നത്. വലിയ അധികം വർഷങ്ങൾക്ക് മുമ്പല്ല. പക്ഷെ ഇന്ന് അതേ എയർപോർട്ടിൽ ഒരു ഇന്ത്യക്കാരൻ ഇരുന്നാൽ അടുത്ത് വരുന്ന വിദേശി ചോദിക്കുന്ന എന്തായിരിക്കും? നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ തുറന്നിട്ട് പറയും, അയ്യോ എന്റെ കമ്പ്യൂട്ടർ 3 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ, ഇത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്കറിയാം. എന്ത് മാറ്റമാണ്! കൈനോട്ടത്തിൽ നിന്ന് അൾട്രാ മോഡേൺ ടെക്നോളജിയിലേക്കാണ് ഇന്ത്യ മാറിയത്. എന്ത് ജീവിത കാലഘട്ടത്തിൽ നടന്നാണ്, അല്ലാതെ ഇതൊരു പഴങ്കഥയല്ല. അപ്പൊ അങ്ങനെ വരുന്ന മാറ്റങ്ങൾക്ക് ഇന്ത്യ
മാർഗദർശിത്വം നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ വിജയം. അപ്പോ ഒരു വശത്ത് ഞാൻ ആദ്യം പറഞ്ഞത് പരാജയങ്ങളുടെ കഥയാണ്, പക്ഷെ മറ്റൊരു വശത്ത് വിജയങ്ങളുടെ കഥയും ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുണ്ട്. അതിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. സംഘടനയുടെ കഥ പറഞ്ഞാൽ ഇതൊന്നും 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഒന്നും തീരുകയില്ല. പക്ഷെ ഇത് മാത്രം നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ ശ്രമിക്കും. നമസ്കാരം. Thank you, sir. A few students are actually awaiting to raise certain questions for you, sir. I'll call upon the names. Krishna Raj. ഹലോ സാർ, എനിക്കൊരു സംശയമുണ്ട്, ചോദിച്ചോട്ടെ? സാംസ്കാരിക വംശത്തെ തടയാൻ, കൾച്ചറൽ ജനോസൈഡ് തടയാൻ UN എടുക്കുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? എവിടെയാണ് കൾച്ചറൽ ജനസൈഡ്? എന്താണ് മനസ്സിലുള്ള? ഈ ഒരു കൂട്ടം ആൾക്കാരെ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഈ പാരമ്പര്യം കൊണ്ടോ അല്ലാണ്ട് അവരുടെ കളറോ അങ്ങനെ ഡിഫറെന്റ് ആക്കണേ, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ജനസൈഡ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കൾച്ചറൽ ജനസൈഡ് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അതിന് ഡിഫൈൻ എങ്ങനെ ചെയ്യുന്നത്? കൾച്ചറൽ ജനസൈഡിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? വ്യത്യസ്തമാക്കണ ജനോസൈഡ് തന്നെയാണ് ഉദ്ദേശിച്ചത്. കൾച്ചറൽ എന്ന് ഞാൻ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറെ നോക്കിയായിരുന്നു, നെറ്റിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയപ്പോ കൾച്ചറൽ കൂട്ടിയുള്ളൂ. അല്ല, ഒരു സംസ്കാരത്തിന്റെ പേരിൽ ആരെയും കൊലക്ക് കൊടുത്തതായിട്ട് നമുക്ക് കേൾക്കാനില്ല. അതൊക്കെ രാഷ്ട്രീയമാണ്. അപ്പൊ അതില് ഒരു പർട്ടിക്കുലർ സെക്ഷനെ ബാധിച്ചു വന്നിരിക്കാം, പക്ഷെ അത് അവരുടെ കൾച്ചറിന് കാരണം കൊണ്ടാണ്. ഒരുപക്ഷെ റിലീജിയസ് ആകാം, ഒരുപക്ഷെ പൊളിറ്റിക്കൽ ആകാം. പക്ഷെ കൾച്ചറൽ ഡിഫറൻസസ് കൊണ്ട് മാത്രം ഒരു ജനതയെയും ആരും കൊന്നൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുപോട്ടെ, ജനസൈഡിനെ പറ്റി പൊതുവെ പറയുകയാണെങ്കിൽ അത് പലപ്പോഴും ആന്തരികമായ പ്രശ്നമാണ്. ഇപ്പൊ ബർമയിലെ റോഹിംഗ്യ പ്രശ്നം നമുക്കെല്ലാം അറിയാം. ബുദ്ധിസ്റ്റിനും അവിടുത്തെ മുസ്ലിങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. എത്രയോ വർഷങ്ങളായിട്ട് ഈ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് പോയി അവിടെ താമസിച്ചിട്ടുള്ളവരാണ്. അവർക്ക് വേറൊരു രാജ്യവുമില്ല. പക്ഷെ ഒരു ദിവസം സുപ്രഭാതത്തിൽ മ്യാൻമാർ ഗവൺമെന്റ് അവരെ പുറത്താക്കാൻ ശ്രമിച്ചു. പുറത്താക്കാൻ വേണ്ടി അവരെ കൊല ചെയ്യുക തന്നെ ചെയ്തു. അപ്പോ അതിന് ജനസൈഡ് എന്ന് പറയാം. പക്ഷെ അത് ബർമയുടെ ഒരു ആന്തരിക പ്രശ്നം. അപ്പൊ അവിടെ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ശരിക്കും ഒരു റോൾ ഇല്ല. നിങ്ങൾക്ക് അതിശയമായിട്ട് തോന്നില്ല. കാരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന പ്രിൻസിപ്പിൾ മറ്റുള്ളവരുടെ ഇന്റേണൽ പ്രോബ്ലംസിൽ നമ്മൾ ഇൻവോൾവ് ആവുകയില്ല. നോൺ ഇന്റർഫിയറൻസ് ഇൻ ദ ഇന്റേണൽ അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അവരുടെ തന്നെ ജനങ്ങളെ നശിപ്പിക്കുകയോ, ഇപ്പൊ കാബൂൾ അഫ്ഗാനിസ്ഥാനിലുണ്ടാകുന്ന പോലെ, എത്രമാത്രം ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അവിടെ ഇടപെടാൻ കഴിയുമെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷെ പഴയതുപോലെ അല്ല, പണ്ടത്തെ പോലെ നോൺ ഇന്റർഫിയറൻസ് എന്ന് പറയുന്ന ഒരു വലിയ പാതകമായി ഇപ്പോൾ കണക്കാക്കുന്നില്ല. കാരണം ജിനസൈഡിനെ ഇപ്പോൾ ഇന്റർനാഷണൽ സെക്യൂരിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു സംഭവമായി അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റിനെ ആരും അംഗീകരിക്കാത്ത. എന്തുകൊണ്ടാണ്? ടെററിസം, സപ്രഷൻ ഓഫ് വിമൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യത്തിനെ ലോകം അംഗീകരിക്കുന്ന പോലുമില്ല. അപ്പോ ഒരു മോറൽ പ്രഷറാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പൊ കുവൈറ്റിനെ ഇറാഖ് പിടിച്ചടക്കിയപ്പോൾ അതിനെതിരായിട്ട് അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടന യുദ്ധം ചെയ്തു. പക്ഷെ ഇന്ന് എത്യോപ്യയിൽ നടക്കുന്ന വംശഹത്യക്ക് എതിരായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പോയി യുദ്ധം ചെയ്യാൻ കഴിയില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് മോറൽ പ്രഷർ കൊണ്ടുവരിക. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇപ്പോഴത്തെ എത്യോപ്യയിലെ പ്രധാനമന്ത്രി 3 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുത്തു.
വർഷം മുമ്പ് നോബൽ സമ്മാനം നേടിയ പ്രധാനമന്ത്രിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആളുകളെ ദിവസവും കുരുതി കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങൾ ധാരാളമുണ്ട്. അപ്പോ താങ്കൾ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നേരിട്ട് ഇടപെടാനുള്ള കഴിവ് കാര്യത്തിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള ശക്തിയും ശേഷിയും ഐക്യരാഷ്ട്ര സംഘടന കാണിച്ചിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാമല്ലോ, പഴയ യുഗോസ്ലാവിയയിലുണ്ടായ ധാരാളം ജനസൈഡുകൾ, അതിനെയൊക്കെ തടയാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിയും. പക്ഷെ അതൊരു മോറൽ ഫോഴ്സ് കൊണ്ടും ഐക്യരാഷ്ട്ര സംഘടനയുടെ ചർച്ചകളിലുള്ള ഇടപെടലുകൾ കൊണ്ടാണ് അത് ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിയും. കൾച്ചറിൽ നിന്ന് ഞാൻ ചോദ്യം പ്രിപ്പയർ ചെയ്ത് വന്നതിന്റെ കുഴപ്പമാണ്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. ദ നെക്സ്റ്റ് ചാൻസ് ഗോസ് ടു കൃഷ്ണേന്ദു. സർ, ഐക്യരാഷ്ട്രസഭയിൽ ആഗോളതാപനം ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. ശാശ്വതമായ ഒരു പരിഹാരം സാധ്യമാണോ സർ? ഇപ്പൊ എല്ലാരും ചോദിക്കും ഉയർത്തിയത് 1972 സ്വീഡനിലാണ്, സ്റ്റോക്ക്ഹോമിലൊരു സമ്മേളനത്തിൽ. അപ്പൊ ആ സമ്മേളനത്തിൽ വികസിത രാജ്യങ്ങൾ, ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് ഉയർത്തിയ ഒരു ആശയം, ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്ത് ഈ ലോകത്തുള്ള റിസോഴ്സസിന്, ലോകത്തുള്ള എല്ലാ വിലയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ ലോകത്തിന് നഷ്ടം വരുത്തിയിട്ടുണ്ട്. പക്ഷെ വികസ്വര രാജ്യങ്ങൾ ആ തെറ്റ് ചെയ്യരുത്. വികസ്വര രാജ്യങ്ങൾ ആവശ്യത്തിലധികം ഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ മരങ്ങൾ വെട്ടാൻ പാടില്ല, നിങ്ങളുടെ ഇൻഡസ്ട്രീസ് സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷെ അവിടെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടായി. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഏക പ്രധാനമന്ത്രി 1972 സ്റ്റോക്ക്ഹോമിൽ പോയത് ഇന്ദിരാഗാന്ധി മാത്രമായിരുന്നു. കാരണം അവർക്ക് അറിയാമായിരുന്നു ഈ കോൺസ്പിറസി, ഡെവലപ്ഡ് കൺട്രീസിന്റെ കോൺസ്പിറസി. കുറ്റങ്ങളെല്ലാം വികസ്വര രാജ്യങ്ങളിലേക്ക്, ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് സ്റ്റോക്ക്ഹോമിൽ നടന്നത്. പക്ഷെ അവരന്ന് ചെയ്ത പ്രസംഗം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമെങ്കിൽ ഒന്ന് വായിച്ചു. അവര് പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, നിങ്ങളാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ കാലത്ത് പ്രകൃതിയെ നശിപ്പിച്ചത്, പ്രകൃതി വിഭവങ്ങളെ ഇല്ലാതാക്കിയത്. നിങ്ങൾ ഇന്ന് ലക്ഷറിയുടെ അങ്ങേ അറ്റത്തിലെത്തിയിരിക്കുന്നു. അത് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രകൃതി വിഭവങ്ങള് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ശക്തരായി സന്തോഷ്ടരായി താമസിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് സമാധാനമുണ്ടോ? നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്ത് തെറ്റിൽ ചെയ്യരുതെന്നാണോ പറയേണ്ടത്? അതോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറ്റി ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്? അത് കഴിഞ്ഞ് അപ്പൊ അവർ പറഞ്ഞു, പോവർട്ടി ഈസ് ദ വേഴ്സ്റ്റ് പൊല്യൂട്ടർ. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളോട് എല്ലാരും പറയാണ് നമ്മൾ മരം വെട്ടാൻ പാടില്ല, അല്ലെങ്കിൽ മരത്തിന്റെ ചില്ല പോലും ഒടിച്ച് ആഹാരം പാചകം ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഗ്രാമത്തിലെ അമ്മയോട് നിങ്ങൾ പറഞ്ഞു നോക്കും. എന്തായിരിക്കും അവരുടെ മറുപടി? അതിന്റെ അർത്ഥം എന്റെ കുട്ടികൾ ഇന്ന് പട്ടിണിയായിരിക്കുന്നതാണ്. അവർക്ക് നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ കൊടുക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ടോ? അപ്പൊ പോവർട്ടി ഈസ് ദ വേഴ്സ്റ്റ് പൊല്യൂട്ടർ. ദാരിദ്ര്യമാണ് ലോകത്തിനെ ഇല്ലാതാക്കുന്നത്. മിസ്റ്റർ ഗാന്ധിയുടെ വാക്കുകളാണ്. അവർ പിന്നെ പറഞ്ഞത്, പൊല്യൂട്ടേഴ്സ് മസ്റ്റ് പേ. ഈ ലോകത്തെ നശിപ്പിച്ച വികസിത രാജ്യങ്ങളാണ് ഇതിന് സമാധാനം പറയേണ്ടത്. ആ ചർച്ച അന്ന് മുതൽ ഇന്ന് വരെയും നടക്കുകയാണ്. 1992 റിയോ ഡി ജനീറോ ബ്രസീലിൽ വെച്ച് ഒരു വലിയ സമ്മേളനം ഉണ്ടായി. 72 മിസസ് ഗാന്ധി മാത്രമേ പോയുള്ളൂ.
പക്ഷെ 92-ൽ 130 പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും എത്തി. കാരണം ആ 20 കൊല്ലം കൊണ്ട് ലോകം നാശത്തിലേക്ക് മാത്രമാണ് പോകുന്നത്. കാരണം നമ്മുടെ ഈ ആഗോളതാപനത്തിന്റെ കാരണം നമുക്കറിയാമല്ലോ. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാനമായിട്ട്, അതുപോലെ മറ്റ് ഗ്യാസസ് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടുകയാണ്. ഇതെല്ലാം മുകളിൽ പോയി അവിടെ അടിഞ്ഞുകൂടിയിട്ട് അവിടെ ഒരു എന്താണ് ഒരു സീലിംഗ് പോലെ ഉണ്ടായിട്ട് സാധാരണ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കറക്ഷൻസ്, അറ്റ്മോസ്ഫിയർ കറക്ഷൻ ഉണ്ടാകാതെ ആവും. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. അപ്പൊ 1992-ൽ തീരുമാനിച്ചു വികസിത രാജ്യങ്ങൾ അവരുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കണം. അത് എത്ര % കുറയ്ക്കണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അതുപോലെ വികസ്വര രാജ്യങ്ങൾക്ക് പണവും ശക്തിയും ഇല്ലാത്തത് കൊണ്ട് പരിസ്ഥിതിക്ക് സഹായകരമായ തരത്തിലുള്ള ടെക്നോളജി ഉപയോഗിക്കുന്നതിന് അവർക്ക് ടെക്നോളജിയും പണവും പൊള്യൂട്ടേഴ്സ് മസ്റ്റ് പേ എന്നാണ്, നൽകണം എന്നവിടെ തീരുമാനിച്ചു. എല്ലാവരും അംഗീകരിക്കണ്ടേ. പക്ഷെ 1992-ലുള്ള ആ തീരുമാനത്തിൽ നിന്ന് വികസിത രാജ്യങ്ങൾ പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ തീരുമാനങ്ങൾ. അങ്ങനെയാണ് ആദ്യത്തെ റിയോ ഡി ജനീറോയിലുണ്ടായ സമന്വയം, സമവായം മാറിയിട്ട് പാരീസ് എഗ്രിമെന്റിൽ വന്നത്. കാരണം പാരീസിൽ അവർ പറഞ്ഞു ഞങ്ങളെ നിർബന്ധിക്കാൻ പാടില്ല, നിങ്ങളെ നിർബന്ധിക്കാൻ പാടില്ല. അപ്പൊ നമ്മളെല്ലാം വോളണ്ടറി ആയിട്ട് എന്ത് ചെയ്യാമെന്ന് പറയുക എന്നുള്ള ഒരു പുതിയ തലത്തിലേക്ക് എത്തി. അങ്ങനെയാണ് 2015-ലെ പാരീസ് എഗ്രിമെന്റ് വന്നത്. പക്ഷെ ഇന്ന് 2021-ൽ അതിനെയും നിരാകരിക്കുകയാണ് വികസിത രാജ്യങ്ങൾ. ഇപ്പൊ അവർക്ക് എന്താണ് വേണ്ടത്? അവർ പറയുന്നത് ഓരോ രാജ്യവും, വികസിത രാജ്യമായാലും കൊള്ളാം, വികസ്വര രാജ്യമായാലും കൊള്ളാം, ഒരു വർഷം ഇനി മുമ്പ് അടുത്ത് വരുന്ന കാലങ്ങളിൽ ഏത് വർഷം നിങ്ങൾ നെറ്റ് കാർബൺ രാജ്യമായി, നെറ്റ് സീറോ കാർബൺ രാജ്യമായി മാറുമെന്ന് ഇപ്പോ പറയണം. അതെങ്ങനെയാണ് സാധിക്കുക? അമേരിക്ക പറഞ്ഞു 2030-ഓടുകൂടി ഞങ്ങൾ നെറ്റ് സീറോ കാർബൺ ആകും. ചൈന പറഞ്ഞു 2060-ൽ ഞങ്ങളാകും. അങ്ങനെ പല രാജ്യങ്ങളും പലതും പറഞ്ഞു. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ അതല്ല, ഞങ്ങൾക്ക് നാളെയും ആകാം. പക്ഷെ എവിടെ പണം, എവിടെ ടെക്നോളജി, എവിടെ ഓൾട്ടർനേറ്റ് എനർജി? സോളാർ എനർജി വേണം, ന്യൂക്ലിയർ എനർജി വേണം. അപ്പൊ കൽക്കരിയിൽ നിന്നും പെട്രോളിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ഉണ്ടാകേണ്ട വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കൽക്കരിയുള്ള രാജ്യമാണ്. കൽക്കരി എടുക്കുകയില്ല, അതെല്ലാം കൂടെ പൂട്ടി വെച്ചിട്ട് നമ്മൾ പട്ടിണി കിടക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം റോമിലേക്ക് പോയപ്പോൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ യോജിക്കുകയില്ലാണ്. പക്ഷെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഓക്കെ 2070-ൽ ഞങ്ങൾ നെറ്റ് കാർബൺ ഫ്രീ ആകാനുള്ള ആഗ്രഹമുണ്ട്. അതൊരു പ്ലഡ്ജ് എന്നാണ് പറയുന്നത്. പക്ഷെ അത് എത്രമാത്രം സാധിക്കുമെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ആദ്യത്തെ സ്റ്റേജിൽ കമ്പൽസറി റിഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഫോർ ഡെവലപ്ഡ് കൺട്രീസ്. രണ്ടാമത്തെ സ്റ്റേജിൽ വോളണ്ടറി റിഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇപ്പൊ മൂന്നാമത്തെ സ്റ്റേജിൽ എലിമിനേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ബൈ എ സർട്ടൻ ഇയർ. 2070 എന്ന് പറഞ്ഞാല് ഇനി എത്രയോ വർഷമുണ്ട്. അപ്പൊ അത്രയും വർഷം കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം ലോകത്ത്? എത്ര വെള്ളപ്പൊക്കം, എത്ര മഹാമാരികൾ, എല്ലാം ഇതിൽ നിന്നുണ്ടാകുന്നതാണ്, പൊല്യൂഷനിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 2070 വരെ അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ് കാത്തു നിൽക്കാൻ ലോകം ഉണ്ടായിരിക്കുകയില്ല. ONV കുറുപ്പ് ഭൂമിക്കൊരു അന്ത്യഗീതം രചിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഈ രാജ്യം, ഈ ലോകം ഇനി നിൽക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, പലർക്കും അറിയാമായിരുന്നു. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുകയും ആഗോളതാപനം 1.5 ഡിഗ്രിയിൽ കൂടാതിരിക്കുകയും ചെയ്താൽ മാത്രമേ രശ്മി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയൂ. അത് സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല സാധിക്കും തോന്നുന്നില്ല.
കാരണം ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഡെവലപ്മെന്റ് നീഡ്സ് ഉണ്ട്. അപ്പൊ നമ്മളൊരു സ്വപ്ന ലോകത്ത് ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. യാഥാർത്ഥ്യമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴൊരു തുടക്കം കുറിച്ചാൽ ഒരു പക്ഷെ അപ്പൊ ഈ 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടുകയാണെങ്കിൽ ഈ ലോകത്തിന് 200 വർഷത്തെ കൂടെ ജീവിക്കാൻ സാധ്യമാവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോഴത്തേക്ക് ഹിമാലയം മുഴുവൻ ഉരുകി ഇന്ത്യയെ സമുദ്രത്തിൽ നിൽക്കും. മാൾഡീവ്സ് എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാകും. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് വെള്ളത്തിൽ മുങ്ങും. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ എന്തെങ്കിലും വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇതുവരെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ശ്രമിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പരിഹാരമേ ഇതിനുള്ളൂ, ടെക്നോളജി. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യാതിരിക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. പക്ഷെ മനുഷ്യർ ചെയ്തിട്ടുള്ള വലിയ വലിയ കണ്ടുപിടുത്തങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്നില്ല? അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുത്ത് പലയിടത്തും കൊണ്ടുപോയി കുഴിച്ചിടാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നിങ്ങളൊക്കെ അതിനാണ് ശ്രമിക്കേണ്ടത്. ശാസ്ത്രജ്ഞരാകും, കണ്ടുപിടിക്കൂ എങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കാൻ കഴിയില്ല ലോകത്ത്. എത്രമാത്രം നമ്മൾ അതിനെ പ്ലഡ്ജ് ചെയ്താലും മീഥെയിൻ ഗ്യാസ്, എല്ലാവരും പറഞ്ഞു 2030 കഴിഞ്ഞാൽ പിന്നെ മീഥെയിൻ ഗ്യാസ് കാണില്ല. എങ്ങനെയാണ് മീഥെയിൻ ഗ്യാസ് വരുന്നത് അറിയാമോ? കൂടുതലും കന്നുകാലികളിൽ നിന്നാണ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യമാണ് ഇന്ത്യ. കാരണം നമ്മൾ അതിനെ കൊല്ലൂല്ലല്ലോ. പാൽ ഏറ്റവും കുറവ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ കന്നുകാലികൾ വളർച്ച ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ നമ്മളോട് മീഥെയിൻ ഗ്യാസ് നിർത്തണം എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അപ്പൊ ഇതെല്ലാം മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കണമെന്നെല്ലാം വേണം. പക്ഷെ ടെക്നോളജി കൊണ്ട് നമ്മൾ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ദീപാവലി ദിവസം നിങ്ങളോട് സംസാരിക്കുന്ന ടെക്നോളജി കൊണ്ട് മാത്രമല്ല. ഇല്ലെങ്കിൽ ഈ മഹാമാരി കാലത്ത് നമ്മളെല്ലാം ശ്വാസം മുട്ടുമായിരുന്നില്ല. ഓരോ ദിവസവും സൂം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ അതുപോലൊരു ടെക്നോളജി ഡെവലപ്മെന്റ് ഉണ്ടാകണം. അതുണ്ടാകും, അതിന് യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വേണ്ട, ഇംപ്ലോഷൻ മതി എന്നായി കഴിയും. ഭാവിയിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷന്റെ ആവശ്യമില്ല, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെന്നുള്ള കാലഘട്ടം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിലാണ് എന്റെ പ്രതീക്ഷ, ശാസ്ത്രത്തിൽ തന്നെയാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ, പ്ലഡ്ജുകൾ നടക്കട്ടെ, പക്ഷെ ആ കണ്ടുപിടുത്തത്തിലേക്കാണ് ഞാൻ എന്റെ പ്രതീക്ഷകൾ അർപ്പിക്കുന്നത്. താങ്ക് യു സാർ. താങ്ക് യു കൃഷ്ണേന്ദു സാർ. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ പോകാമോ? അത് സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അഭിഷേക. Abhisheka, you there? I hope she is not on the session. Hello, ma'am. Rajalakshmi, ma'am. Ma'am, നമ്മുടെ സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഇവിടെ ഓൾമോസ്റ്റ് ഡൺ ആണ്. So we are moving more into the formal session. I'm inviting Grishma teacher to talk a few words about CP Srinivasan sir. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി രാജലക്ഷ്മി ടീച്ചർ, നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് ഈ ഒരു ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത ശ്രീ ശ്രീനിവാസൻ സർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീനിവാസൻ സാറിനെ കുറിച്ച് നമ്മുടെ ദൃശ്യ ടീച്ചർ ഒരുപാട് പറഞ്ഞു. പക്ഷെ അതിലൊന്നും ഒതുങ്ങുന്നില്ല. എന്നിരുന്നാലും ഇത്രയും വിശിഷ്ട വ്യക്തിയായിട്ട് പല പദവികൾ അലങ്കരിക്കുന്ന സാറ് നമ്മുടെ കുഞ്ഞുങ്ങളോട് എത്ര ലളിതമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് പറഞ്ഞു തന്നത്. ഇതിനൊരു അവസരം കിട്ടിയത് ഭാഗ്യമായിട്ട് ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ സമാധാനം നിലനിർത്തുക
അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകാതിരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ സംഘടന. പക്ഷേ അതിനുശേഷം പല മേഖലകളിലും ഇടപെട്ട് നമ്മുടെ ലോകത്തിന് മുഴുവൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിപ്പോരുന്നു. സർ പറഞ്ഞു 193 രാജ്യങ്ങൾ ഒറ്റ കുടക്കീഴിൽ പല കാര്യങ്ങളും അനുനയിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് സാർ പറഞ്ഞു. പക്ഷേ ചെയ്യാൻ കഴിഞ്ഞ കുറെ കാര്യങ്ങളെ കുറിച്ചും സാർ നമുക്ക് പറഞ്ഞു തന്നു. ഏറ്റവും നല്ലൊരു ക്ലാസ് ആയിട്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ക്ലാസ് ആയിട്ടാണ് ഞാൻ ഇത് കരുതുന്നത്. കാരണം ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം സാറിന്റെ കുറച്ച് വാക്കുകൾ നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ടും ഉചിതമാണെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ യുദ്ധം മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തിൽ എല്ലാ ജനങ്ങളെയും, ലോകത്തും ആകമാനമുള്ള എല്ലാ ജനങ്ങളെയും കരകയറ്റാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. സാറിന് ഒരുപാട് നന്ദിയും അർപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം. ആൻഡ് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു സുമേഷ് കൃഷ്ണൻ സാർ, സ്റ്റാഫ് സെക്രട്ടറി. ഓഡിയോ സുമേഷ് സാറേ, ഓഡിയോ മ്യൂട്ട്. അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്ക് വളരെ സന്തോഷമുള്ളത് രാജലക്ഷ്മി ടീച്ചർ കായംകുളത്തുകാരൻ എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ തിരുവനന്തപുരത്തുകാരുടെ സ്വകാര്യ അഭിമാനമാണ് ശ്രീനിവാസൻ സാർ. തിരുവനന്തപുരത്തെ വലിയ വേദികളിൽ അദ്ദേഹം പ്രഭാഷണം ചെയ്യുന്നത് എൻ്റെ കൗമാര കാലഘട്ടം മുതൽ വളരെ ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയും ആദരവോടെയും കേട്ടിരുന്ന ആളാണ് ഞാൻ. പിന്നീട് എനിക്കുണ്ടായൊരു വലിയ ഭാഗ്യം, അദ്ദേഹം ഹയർ എഡ്യൂക്കേഷന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ ആ വർഷത്തെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വിശിഷ്ടാതിഥിയായി എന്നെയാണ് ഓഫീസിൽ നിന്ന് ക്ഷണിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അന്നത്തെ വരവ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ജൂബയും കസവുമുണ്ടും അതിന്റെ മുകളിലൊരു നേരിയതും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വരവ്, കൂടെ സ്നേഹമയിയായ അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈലോപ്പിള്ളി കവിത ഞാനൊന്ന് ചൊല്ലിക്കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഹൃദയകുമാരി ടീച്ചറിന്റെ വീട്ടിലിരിക്കുമ്പോ ഹൃദയകുമാരി ടീച്ചറിനോട് ഞാൻ ഈ പഴയ ശിഷ്യന്മാരെ കുറിച്ച് ചോദിക്കുമായിരുന്നു. അപ്പൊ ഏറ്റവും ഉറക്കെ പറഞ്ഞിരുന്ന ഒരു പേരാണ് ശ്രീനിവാസൻ സാറിന്റെ പേര്. നെയ്യാറ്റിൻകരയുടെ സാംസ്കാരിക ചരിത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ നെയ്യാറ്റിൻകരയിൽ വന്ന് തിരിച്ചു പോകുമ്പോ ഹൃദയകുമാരി ടീച്ചറിനോട് പഴയ ശിഷ്യന്മാരെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത്, അലക്സാണ്ടർ ജേക്കബിനെയും ടി പി ശ്രീനിവാസനെയും പോലെയുള്ള ആളുകളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം. കാരണം അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചിരുന്ന ആളാണ് എന്നുള്ളത് വലിയ വാത്സല്യമായിരുന്നു അവർക്കൊക്കെ. അതുപോലെ തന്നെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട ഏതൊരു ചർച്ച വരുമ്പോഴും കേരളത്തിൽ നിന്ന് ഒരൊറ്റ ശബ്ദത്തിന്റെ പേര് എല്ലാവരും ഓർമ്മിക്കുകയുള്ളൂ. അത് ശ്രീനിവാസ് സാറിന്റെ മാത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പായാലും ശരി, ഇപ്പോഴായാലും ശരി, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അദ്ദേഹത്തെ ടി-വിയിൽ ചാനൽ ചർച്ചയിലൊക്കെ നിരന്തരം കാണുന്നത് അദ്ദേഹം അല്ലാതെ മറ്റൊരാളില്ല അതിന് മറുപടി പറയാൻ എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ ഉയരാനുള്ള ഒരു ആത്മബലം നിങ്ങൾ സമാർജിക്കണം. കാരണം ഒരു വിഷയത്തെ കുറിച്ചുള്ള അവസാന വാക്കായി നിങ്ങൾ മാറണം. അതിനൊരു ഇൻസ്പിറേഷൻ ആണ് സാറിന്റെ ക്ലാസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴും ഞങ്ങളെ പോലെയുള്ള ചെറിയ എഴുത്തുകാരോട് അല്ലെങ്കിൽ വളരെ ചെറിയ സാംസ്കാരിക പ്രവർത്തകരോട് അദ്ദേഹം വളരെ സൗഹൃദത്തോടെയും സൗമനസ്യത്തോടെയും സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോഴാണ്, അദ്ദേഹത്തിന്റെ എളിമയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കിരീടം. അതും കൂടി നിങ്ങൾ അദ്ദേഹത്തിന്റെ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഇങ്ങനെ കുറച്ച് പാഠങ്ങളാണ് പഠിച്ചിരുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഏകലവ്യത്വ ശിഷ്യത്വം എനിക്കുണ്ട്.
അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ വിദൂരസ്ഥനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഒരു നന്നായിട്ടൊരു കവിത ചൊല്ലിട്ട് ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ അദ്ദേഹം ഈ തമ്പ് ഇംപ്രഷൻ ഇങ്ങനെ കാണിക്കും. അത് ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ്. സത്യത്തിൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കൊക്കെ ഒരു വലിയ പോസിറ്റീവ് എനർജിയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ ഉടൻ ഇങ്ങനെ കാണിക്കും. ജീവിതത്തിൽ ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട് സാർ. ഞാൻ ഈ സ്കൂളിലെ മലയാള അധ്യാപകനാണ്. തിരുവനന്തപുരത്ത് നിന്ന് കോതമംഗലത്തിലേക്ക് ജോലി കിട്ടി വന്നു. സാർ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോഴുള്ള അഗാധമായ സന്തോഷവും ആത്മാർത്ഥമായ അഭിമാനവും ഉള്ളിൽ സൂക്ഷിക്കുന്നു. ശ്രീനിവാസൻ സാറ് ഇന്ത്യയുടെ മനസ്സാക്ഷിയായി മാറിയ ഒരു വലിയ വ്യക്തിത്വമാണ്. എന്നും താങ്കൾ ആ കാര്യത്തിൽ ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് താങ്കളുടെ വന്നതിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചതിലൊക്കെ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആരാധനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രാജേഷ് രാജൻ, എല്ലാ കാര്യങ്ങൾക്കും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മളുടെ സ്വന്തം PTA പ്രസിഡന്റ്, അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞ ബഹുമാന്യായ രാജലക്ഷ്മി ടീച്ചർ, നമുക്കൊക്കെ മാതൃസമാനയായ രാജലക്ഷ്മി ടീച്ചർ, ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ ചാലക ശക്തിയായ രാജലക്ഷ്മി ടീച്ചറിനെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പരിപാടിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച ദൃശ്യ ടീച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ദത്തശ്രദ്ധയായി പരിപാടികൾ അവതരിപ്പിക്കുന്ന ആളാണ്. ടീച്ചറിന് പല സ്കൂളിനെ കുറിച്ച് പല ദൂരക്കാഴ്ചകളുള്ള ആളാണ്. അതുകൊണ്ട് ടീച്ചറിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. PTA ഭാരവാഹികൾ, ബഹുമാന്യരായ അധ്യാപകർ, ഇവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ശ്രീനിവാസൻ സാറിന് നന്ദി പറയുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിൽ 1000 തവണ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അദ്ദേഹം നമ്മളെ ഹൃദയം കൊണ്ട് കീഴ്പ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് ഒരു അമാനുഷികമായ പ്രതിഭാശേഷിയുള്ള ആളിന് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. നമ്മൾ സാധാരണ ഈ EMS കുറിച്ചൊക്കെ പറയാറുണ്ട്. EMS ഒക്കെ പ്രസംഗിച്ചിട്ട് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും അത് കേട്ട ഒരു കൊച്ചുകുട്ടി കേട്ടാലും അവന്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ EMS എല്ലാ കാലവും ഉണ്ടാവും. P. ഗോവിന്ദപിള്ളയെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. ONV സാറിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. അതുപോലെ ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ സാറും. അദ്ദേഹം സംസാരിച്ചിട്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അത്തരം ഒരു വചനപ്രഭുവായ TP ശ്രീനിവാസൻ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ അറിയിക്കുന്നു, വളരെ വിനയത്തോടെ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ സയൻസ് അധ്യാപിക ഗ്രീഷ്മ ടീച്ചർ നന്നായിട്ട് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു. ഗ്രീഷ്മ ടീച്ചറിന് ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവർക്കും, നമ്മുടെ നാളെയുടെ പ്രതീക്ഷകൾ, ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ സ്കൂളിന്റെ അച്ചടിക്കാത്ത നോട്ടീസുകളായ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ദീപാവലി ആശംസകൾ. നമസ്കാരം. നന്ദി ശ്രീ സുമേഷ് സർ. വളരെ മനോഹരമായി തന്നെ ഇന്നത്തെ ഈ ചടങ്ങുകൾ അവസാനിക്കാൻ പോവുകയാണ്. അവസാനിക്കുന്നതിന് മുൻപേ, നമ്മളെല്ലാവരും സൈൻ ഔട്ട് ചെയ്യുന്നതിന് മുൻപേ ഞാൻ പറയുന്നു, ഇതൊരു തുടക്കം മാത്രമാണ്. സാറ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയിരിക്കുകയാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് തന്നെ പറയുകയാണ്. കാരണം വരും കാലങ്ങളിൽ വലിയ രീതിയിലുള്ള പരിപാടികൾ നമ്മുടെ സ്കൂളിന് വേണ്ടി ആസൂത്രണം ചെയ്യുമ്പോൾ സാറിൻ്റെ ഒരു അഡ്വൈസും സപ്പോർട്ടും പ്രസൻസും എല്ലാം നമ്മൾ ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ സാറിനെ ഞങ്ങളുടെ സ്കൂളിലേക്കും കൂടെ ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്കൊരു വലിയ മുതൽക്കൂട്ടായി തന്നെ എപ്പോഴും നിൽക്കും. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഒരു പ്രസൻസ് ഞങ്ങളുടെ കൂടെ, ഈ കുടുംബത്തിനോടൊപ്പം എപ്പോഴും ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടെ എൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. അത് ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ, DBHS കുടുംബത്തിൻ്റെ ഒരു അഭ്യർത്ഥന തന്നെയാണ്. തുടർന്നും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്കും
എല്ലാത്തിനും കൂടെ നന്ദിയും നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങുകൾ അവസാനിപ്പിക്കാവുന്നതാണ്. ഏവർക്കും ദീപാവലി ആശംസകൾ. താങ്ക് യു സർ. Thank you very much. താങ്ക് യു സർ. Thank you very much. Thank you. All the best. Bye bye. സർ പറയൂ. ഇല്ല, വളരെ സന്തോഷം സാറ്. ശ്രീനിവാസൻ സാറിനെ ഇനി ദൃശ്യ ടീച്ചർ ഒരു തവണ ഇങ്ങോട്ട് കൊണ്ടുവന്നേ സ്കൂളിലേക്ക്. തീർച്ചയായിട്ടും ശ്രമിക്കാം സർ. എന്തായാലും വളരെ ഗംഭീരമായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും. ഓക്കെ.